DJI Avatar 360 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണാണ്. അപ്പോൾ ഞാനിത് മേടിക്കാൻ നോക്കിയത് 2 ഡ്രോണാണ് മെയിനായിട്ട്. ഒന്ന് DJIയുടെ ഈ ഒരു അവതാർ 360, പിന്നത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഗ്രാവിറ്റിയുടെ 360 ഡ്രോണാണ്. എനിക്ക് തോന്നുന്നു ആൻറ്റി ഗ്രാവിറ്റി ഒന്നുകൊണ്ട് ഫസ്റ്റ് 360 ഇറക്കിയത്, അതിനുശേഷമാണ് ഇത് വന്നത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു ഫ്ലൈ മോൾ കോംബോ എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. DJI അവതാർ 360 ഫ്ലൈ മോൾ കോംബോ. ഇത് ഫുള്ള് പ്ലാസ്റ്റിക്കാണ് കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ബോക്സിലാണ് DJI അവതാർ 360 വന്നേക്കുന്നത്. അപ്പോൾ ഫ്ലൈ മോർ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലൈ മോർ കോംബോയിൽ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് RC2 കൺട്രോളറും, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ തുടക്കമായതുകൊണ്ട് തന്നെ ഇതാണ് കുറച്ചും കൂടി ഈസി എനിക്കായിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. ഇൻ കേസ് നമുക്ക് ഗോൾസ് വേണമെങ്കിൽ പിന്നീട് നമുക്ക് മേടിച്ച് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ DJIയുടെ ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലെന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഡ്രോൺ ഉണ്ട്, ബാറ്ററി ഒരു 3 ഉണ്ട്, DJIയുടെ RC2 കൺട്രോളറിനും ഒരു ബാഗ്, പിന്നെ USB-C ചാർജർ, പിന്നെ ചാർജിങ് ഹബ് ഈ ബാറ്ററീസിന്, പിന്നെ 4 പ്രൊപ്പല്ലർ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഈ പ്രൊപ്പല്ലറിനൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഫോൾഡബിൾ ലോഞ്ചിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. ഒരു LN കീ സ്ക്രൂ ഡ്രൈവർ, എനിക്ക് തോന്നുന്നു ഈ പ്രൊപ്പല്ലർ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ലെൻസ് ക്ലീനിങ് ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്നിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആപ്പ് സ്റ്റോറിൽ നിന്ന് DJI ഫ്ലൈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഉണ്ട്, ഇതുണ്ട്, സ്കാൻ ദ QR കോഡ് യൂസിങ് ദി സ്മാർട്ട് ഫോൺ ബിഫോർ ഫസ്റ്റ് യൂസ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ക്യാരിയിങ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്കത് മാറ്റി വയ്ക്കാം. ഓക്കെ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. ഇതാണ് നമ്മളെ ഡ്രോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ വന്നിരിക്കുന്നത്, DJIയുടെ 360. ഇത് ലെൻസ് കവറാണ്. ഓക്കെ, അപ്പോൾ ഇത് സിംഗിൾ ലെൻസ് മോഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് നേരെ ഇങ്ങനെ റൊട്ടേറ്റ് ആവും, ഇതുപോലെ റൊട്ടേറ്റ് ആവും. എന്നിട്ട് 2 ക്യാമറ മുകളിലും താഴെയായിട്ട് നമുക്കൊരു 360 എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത് പ്രൊപ്പല്ലർ ഗാർഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് കൂടുതലായിരിക്കും ഇതിന്. ഇപ്പോൾ ബാറ്ററി ഇട്ടിട്ടില്ല, എന്താ ഇവിടെ നിന്ന് നമുക്ക് ബാറ്ററി ഉണ്ട്. ഓക്കെ, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി എന്തൊക്കെയാണ് നോക്കാം അതിൻ്റെ ഉള്ളിൽ. ഇതാണ് നമുക്ക് ലോഞ്ചിങ് പാഡ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് ലോഞ്ചിങ് പാഡ്. ഇതിൽ വെച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് DJI ഡ്രോൺ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ RC2 കൺട്രോളർ വരുന്നത്. ഇതാണ് RC2 കൺട്രോളർ വരുന്നത്. നമുക്കിവിടെ കൺട്രോളർ ഫിറ്റ് ആക്കണം. ഓക്കെ, ഇതിവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ആക്കാം നമുക്ക്. ഓക്കെ, കൺട്രോളർ ഫിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ആൻറ്റിന വയ്ക്കാം. 70 കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത് റേഞ്ച്. ഓക്കെ, അതവിടെ. പിന്നെ ഇത് ഇങ്ങനത്തെ 3 ബാറ്ററിയാണ് വരുന്നത്. നമുക്കിവിടെ പ്രസ് ചെയ്താൽ അറിയാൻ പറ്റും എത്ര ചാർജ് ഉണ്ടെന്നുള്ളത്. തിരിച്ച് ഇടാം, അപ്പം നമുക്ക് കാണാൻ പറ്റും എത്ര എന്നുള്ളത്. ചാർജില്ല. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ചാർജ് ചെയ്യേണ്ടത്. Type-C വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ബാറ്ററി ഫ്ലൈ മോർ കോംബോ ആയതുകൊണ്ടാണ് നമുക്ക് 3 ബാറ്ററി വരുന്നത്. പിന്നെ നമുക്ക് ഇതിലുള്ളത് നമുക്ക് 4 എക്സ്ട്രാ പ്രൊപ്പല്ലർ വന്നിട്ടുണ്ട്. ഇൻ കേസ് ഈ പ്രൊപ്പല്ലറിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണമെങ്കിൽ നമുക്കിത് മാറ്റാനുള്ള പ്രൊപ്പല്ലർ വന്നിട്ടുണ്ട്. പിന്നുള്ളത് DJIയുടെ ഒരു എംബ്ലോം കാര്യങ്ങളും, പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ് വന്നിട്ടുള്ളത്. പിന്നെ Type-C to Type-C ഒരു കേബിൾ വന്നിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള സംഭവമാണ്, മറ്റേ LN കീ പോലത്തെ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലെൻസ് ക്ലോത്ത്, അത്രയൊക്കെയാണ് നമുക്ക് ഒരു ഫ്ലൈ മോർ കോംബോയിലുള്ളത്. നമുക്ക് ഡ്രോൺ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 ബാറ്ററി,
ചാർജിങ് കേബിൾ, എക്സ്ട്രാ പ്രൊപ്പല്ലർ, പിന്നെ ലോഞ്ചിങ് പാഡ്, RC2 കൺട്രോളർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മറ്റേ ഗോഗിൾസ് കണ്ടവർക്ക് ഗോഗിൾസ് ഉള്ളത് ഓർഡർ ചെയ്യാം. ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചറിൽ മേടിച്ച് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രോൺ വന്നേക്കുന്നത്. ഇവിടെ ലെൻസ് കവർ ഉണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ലെൻസ് കവർ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ക്യാമറ ഫ്രണ്ട് ഫേസിങ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ താഴെ ഇവിടെ വരുമ്പോൾ ലാൻഡ് ചെയ്യാനായിട്ട് ഇവിടെ റബ്ബറിൻ്റെ ഒരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു സെൻസർ ആണെന്നുണ്ട് ലാൻഡ് ചെയ്യാനുള്ളത്. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതായത് ഒരു സിംഗിൾ ലെൻസ് ബോർഡിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ ആവുന്നത്. അപ്പം മുകളിലും താഴെയും ആയിട്ട് നമുക്കൊരു 360 ക്യാമറ ഉണ്ട്. അപ്പം അവട്ട 360യുടെ ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻ കേസ് ഈ ലെൻസിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ലെൻസ് റീപ്ലേസ് ചെയ്യാനുള്ളത് സെപ്പറേറ്റ് നമുക്ക് വാങ്ങാവുന്നതാണ് DJയിൽ നിന്ന്. പിന്നെ ഉള്ളത് 2 ഫിഷ് ഐ സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈഡാറും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒബ്സ്റ്റക്കിൾസിനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ സ്റ്റിക്കർ പറഞ്ഞേക്കുന്നത് ഇവിടെ കൈവയ്ക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ചാർജ് ചെയ്യാനും ഒരു C പോർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു SD കാർഡ്, മൈക്രോ SD ഇടാനുള്ള ഒരു പോർട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ട് തുറന്നിടരുത്, ഇതെപ്പോഴും അടച്ചിടണം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു 360 ക്യാമറയിൽ അത് പെടും എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഇതാണ് പ്രൊപ്പല്ലേഴ്സ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ട കോയിലൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വാട്ടർ പ്രൂഫും സ്പ്ലാഷ് പ്രൂഫും എന്നാണ് നമുക്ക് അറിയില്ല. ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഇതുള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. DJ അവത 2 ഒക്കെ യൂസ് ചെയ്തെടുക്കാൻ അറിയാൻ പറ്റും. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഒരു വലിയ ഒരു സംഭവം നമ്മൾ എപ്പോഴും കൊണ്ടുനടക്കണം. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു ബാഗ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് ബാറ്ററി വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബാറ്ററി പാക്ക് വന്നേക്കുന്നത്. ഇത് ചാർജിങ്ങിൻ്റെ ഒരു ഡോക്ക് സ്റ്റേഷനും ഈ ഒരു 3 ബാറ്ററിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ C പോർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ഒരു പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഓറഞ്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓറഞ്ച് ലൈറ്റാണ് തെളിയുന്നത്. അപ്പോൾ അത് ഫുള്ളി ചാർജ് ഇല്ല എന്നർത്ഥം. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ ബാറ്ററി ഇങ്ങനെ പ്രസ് ചെയ്യണമെങ്കിൽ അതിൽ എത്രത്തോളം ബാറ്ററി ഉണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ഈ ഒരു C പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനോ വേറെ എന്തെങ്കിലും DJയുടെ മൈക്കോ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് C പോർട്ട് കുത്തി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇതിപ്പം ഇതിൽ കുറച്ച് കൂടുതൽ ബാറ്ററി ഉണ്ട്, ഇതിൽ കുറച്ച് കുറവ് ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ചാർജ് ഇങ്ങോട്ട് മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒരു ബാറ്ററിയിൽ നിന്ന് അടുത്ത ബാറ്ററി, ഇപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് ഈ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ രണ്ടിലത്തെയും ഉള്ള പവർ നമുക്ക് ഇതിലേക്ക് മാറ്റി അത് ഫുള്ളി ചാർജ് ആക്കാം. പിന്നെ ഈ 2 സൈഡിലും നമുക്കൊരു ഇത് റിലീസ് കാണാൻ പറ്റും. അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബാറ്ററി റിലീസ് ആക്കാൻ പറ്റും. അങ്ങനെയാണ് 3 ബാറ്ററി. ഇത് ഡോക്കിംഗ് സ്റ്റേഷനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ചാർജിങ് ഇത് ഓഫ് ചെയ്തിടാം. ഇതെടുക്കാം, ഡ്രോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കിപ്പം ഫ്ലൈമോർ കോംബോ അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഒരു ബാറ്ററി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് ഇവിടെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കുത്തിയിട്ട് നമുക്കിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ഓൺ ആക്കാനായിട്ട് ഇത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്യുക. ഉണ്ട്, ഇങ്ങനെയാണ് ഇത് ഓണാക്കുന്നത്. ഇതാണ് ഒരു RC കൺട്രോൾ 2 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു ആൻറ്റിന കാണാം. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ അപ്പുറത്തെടുത്തിട്ട് 2 എണ്ണം ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് പവർ ബട്ടണാണ് വരുന്നത്. ഇത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ട് പിന്നെ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓണാവും. പിന്നെ ഇത് നോർമൽ മോഡാണെങ്കിൽ ഈ ഒരു ബട്ടൺ കണ്ടോ, ഇത് നോർമൽ മോഡാണെങ്കിൽ ഡ്രോൺ നോർമൽ സ്പീഡിൽ പോകും. ഇതാണെങ്കിൽ ഒരു സ്പോർട്ട് നല്ല സ്പീഡിൽ നമുക്ക് FPV മോഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലിടാം. പിന്നെ സിനിമാറ്റിക് മോഡ്, അപ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ട് ഒരു സിനിമാറ്റിക് ഷോട്ടൊക്കെ പോലെ എടുക്കണമെങ്കിൽ ഈ ഒരു മോഡിലിടാം. തൽക്കാലം നോർമലിടാം. പിന്നെ ഇത് കണ്ടോ, അത് H എന്നുള്ളതും പിന്നെ ഒരു പോസ് എന്നുള്ളൊരു ബട്ടണുമാണ്. H എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഹോം കമ്മിങ് ആണ്. ഇപ്പോൾ നമുക്ക് ഡ്രോൺ നമ്മൾ പറത്തിയ സ്ഥലത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇതടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോമിലേക്ക് വരും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ട്രാക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് മൂവ്മെൻറ്റിനുള്ള ഇത് ജോയ്സ്റ്റിക്ക് അറിയായിരിക്കും. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ഓപ്ഷനും ഉണ്ട്.
പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2 റോട്ടറി വീല് പോലെ കാണാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് ലെൻസിൻ്റെ ഒരു ഡയറക്ഷൻ മാറ്റാനാണ്. അപ്പോൾ താഴേക്കോ മുകളിലേക്കോ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റും. പിന്നെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ഫീൽഡ് ഓഫ് വ്യൂ, അതായത് നമുക്ക് സൂം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. താഴെ വരുമ്പോൾ ഇവിടെ 2 ബട്ടൺസ് കാണും, C1 ആൻഡ് C2. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെൻസ് കറക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ സൂമോ എന്ത് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഉള്ളിൽ. അപ്പം ഇവിടെ നമുക്കൊരു ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഓണാക്കുമ്പോൾ തന്നെ നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഓണാക്കി നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഓണാക്കാനായിട്ട് ഈ ഒരു പവർ ബട്ടൺ ഒരു പ്രാവശ്യം ഞെക്കി റിലീസ് ചെയ്തിട്ട് പിന്നെ ഒരു 2 സെക്കൻഡ്സ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം വേണ്ടത്. ഇതിപ്പോൾ ഓണായിട്ടുണ്ട്. സൗണ്ട് കേൾക്കണമെന്ന് അറിയില്ല, ഫാനിൻ്റെ സൗണ്ട് നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓണാക്കി വന്നിട്ട് നല്ല ക്ലാരിറ്റി ഉള്ളൊരു സ്ക്രീൻ ഉണ്ട് കാണുന്നതിൽ. ഇതിപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. സോഫ്റ്റ്വെയർ ടേംസ് ഓഫ് യൂസ് ആണ്, നമുക്കത് എഗ്രി കൊടുക്കാം. ഓക്കെ, എഗ്രി. കൺട്രി റീജിയൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡം സെലക്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത വൈഫൈ കണക്റ്റ് ആക്കാൻ പറഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പോൾ പാസ്വേഡ് കൊടുക്കട്ടെ. വൈഫൈ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പോവാം. ടൈം സോൺ ആണ് നമുക്ക് പിന്നുള്ളത്. അപ്പോൾ ടൈം സോൺ നമ്മളിവിടെ ലണ്ടൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, London or Dublin. Make sure time is set correctly. London, Dublin. If incorrect, time may prevent device activation. Okay, confirm anyway. നമുക്കിന്നൊരു DJയുടെ ഒരു അക്കൗണ്ട് ഉണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ മുമ്പ് DJ Osmo Pocket 3 യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കട്ടെ കേട്ടോ. ഇപ്പം ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ആക്കാം. ലോഗിൻ. Enter password to unlock every time when you power on the device. നമുക്ക് ഇതിന് വേണം നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ DJ കൺട്രോളർ ഓപ്പൺ ആക്കുമ്പോൾ നമുക്കൊരു പാസ്വേഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട്. സ്ക്രീൻ ജസ്റ്റേഴ്സ് ആണ്. നമുക്ക് സ്വൈപ്പ് ഹൊറിസോണ്ടലി ഫ്രം എഡ്ജ് ഓഫ് സ്ക്രീൻ ടു റിട്ടേൺ ദ പ്രീവിയസ് സ്ക്രീൻ ഫ്രം ഹിയർ. ഓക്കെ, സ്റ്റാർട്ട്. ലെഫ്റ്റ് ഡയൽ അഡ്ജസ്റ്റ് ദ ഗിംബൽ ടിൽറ്റ്. ലെഫ്റ്റ് ഡയൽ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഗിംബൽ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് ഡയൽ ക്യാമറ സൂമിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് റെക്കോർഡ് ബട്ടണും ഇത് ഷട്ടറും. ഹാഫ് പ്രസ് ടു ഓട്ടോ ഫോക്കസ് ആൻഡ് ഫുൾ പ്രസ് ടു ടേക്ക് എ ഫോട്ടോ. ഓക്കെ, അതാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സോളിഡ് റെഡ് ആണെങ്കിൽ എയർക്രാഫ്റ്റ് നോട്ട് കണക്റ്റഡ്, സോളിഡ് ഗ്രീൻ ആണെങ്കിൽ എയർക്രാഫ്റ്റ് കണക്റ്റഡ്, സോളിഡ് യെല്ലോ ആണെങ്കിൽ ഫേംവെയർ അപ്ഡേറ്റ് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് റെഡാണ്, നമ്മൾ കണക്ട് ആക്കിയിട്ടില്ല എന്തായാലും. സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക്സ് ബ്ലൂ ലിങ്കിങ് വിത്ത് എയർക്രാഫ്റ്റ്. ഇതൊരു ബ്ലൂ ആയിട്ട് ബ്ലിങ്ക് ആവണമെങ്കിൽ ലിങ്കിങ് വിത്ത് എയർക്രാഫ്റ്റ്. ബ്ലിങ്ക്സ് യെല്ലോ ലോ ബാറ്ററി വാർണിംഗ്. ബ്ലിങ്ക്സ് സ്കാൻ കൺട്രോൾ സ്റ്റിക്സ് നോട്ട് സെൻറ്റേർഡ്, എനിക്ക് നോക്കണം. ബ്ലിങ്ക്സ് റെഡ് സ്മാർട്ട് കൺട്രോളർ ടെമ്പറേച്ചർ ഇസ് ടു ഹൈ എയർക്രാഫ്റ്റ് ബാറ്ററി ലോ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. ഓക്കെ, optimal transmission distance. Adjust antennas to position clearly when controlling the aircraft to make always. Adjust the antenna. നമുക്ക് ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അതെനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ഇങ്ങനെയും വയ്ക്കാം. ഓക്കെ, ഗോ ടു DJI. അപ്രോപ്രിയേറ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഓതറൈസ് ഓൾ. ഓക്കെ, DJ പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ് നോട്ട് നൗ. ഇതിപ്പം എന്താ സംഭവം വെച്ചാൽ ബിഫോർ ഫ്ലൈ ഇതിലിപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇതാക്കിയിട്ട് എൻ്റെ ലൊക്കേഷനിൽ നോ ഫ്ലൈ സ്പോട്ട്സ് അവൈലബിൾ നിയർ ബൈ. അപ്പോൾ അതിലൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ വാച്ച് ട്യൂട്ടോറിയൽസ് ഹൗ ടു യൂസ്, ഇവിടെ അക്കാദമി ഉണ്ട്. പിന്നെ കണക്ട് എയർക്രാഫ്റ്റ്, ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫ്ലൈ എയർക്രാഫ്റ്റ്. അപ്പം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നുള്ളത് ക്വിക്ക് ട്രാൻസ്ഫർ ആൽബം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കണക്ട് ആക്കുന്നത്. അപ്പോൾ ഡ്രോൺ എടുത്തിട്ടുണ്ട്, ബാറ്ററി ഇട്ടിട്ടുണ്ട്. പ്രസ് ദെൻ ലോങ് പ്രസ്. ഇത് ഓണായിട്ടുണ്ട്. ആക്ടിവേറ്റ് DJI ഡിവൈസ്. എഗ്രി. ആക്ടിവേറ്റിംഗ്. ന്യൂ ഫേംവെയർ അവൈലബിൾ അപ്ഡേറ്റ്. നോക്കി നോക്കട്ടെ. അപ്പോൾ ഫേംവെയർ അപ്ഡേറ്റ് ആണ്. നമുക്കതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അതിങ്ങനെ ബ്ലിങ്ക് ആയിരിക്കുന്ന കാണാം. ഒരു ഗ്രീനും ഒരു യെല്ലോയിഷ് കളറും കൂടെ ഇങ്ങനെ ബ്ലിങ്ക് ആയിരിക്കുന്ന കാണാം. ഇതിപ്പോൾ 55% ആയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇത് ഏകദേശം ഇപ്പോൾ 80% ആണ് ആയിട്ടുള്ളത്. 88%. അപ്പോൾ ഇതിൻ്റെ ഫാനൊക്കെ ഓൺ ആയിട്ടുണ്ട്. നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അപ്ഡേറ്റ് ടേക്സ് അറൗണ്ട് 2 minutes. അപ്പോൾ നമുക്ക് 2 minutes വെയിറ്റ് ചെയ്യാം.
രണ്ടും സോളിഡ് ഗ്രീൻ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കണക്റ്റ് ആയി തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ വരുമ്പോൾ ഇവിടെ ഒരു C ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. പിന്നെ ഇപ്പുറത്ത് മൈക്രോ SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട്. അപ്പോൾ ഇതിൽ മൈക്രോ SD കാർഡ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രോളിലുള്ള സ്ക്രീൻ റെക്കോർഡാകാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഡ്രോണിൽ മൈക്രോ SD ഇടുന്നത് ഇതിൽ ഷൂട്ട് ചെയ്യുന്നത് അത് റെക്കോർഡാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 2 സ്ലോട്ടുകൾ. പിന്നെ അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ഒക്കെ കഴിഞ്ഞു. ഇതായിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യമാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ലാർജ് ടെക്സ്റ്റ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൽ പ്രൊപ്പല്ലർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഓൺ ആയിട്ടുണ്ട്. കേട്ടോ, ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഇതാക്കാനായിട്ട്. ഇതിപ്പോൾ വീടിനകത്ത് തന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നോക്കി നോക്കാം നമുക്കൊന്ന്. നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിതിൽ കംപ്ലീറ്റ് കാണാം നമ്മൾ വീഡിയോ. ഇത് നമുക്കൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും മുകളിലേക്ക് വന്നിട്ടാണ്. ഓക്കെ, ഇതിപ്പോൾ 360 ആണ്. അപ്പോൾ 360 ആയതുകൊണ്ടാണ് മുകളിലും താഴെയായിട്ട് കണ്ട ക്യാമറ ഇങ്ങനെ വന്നിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ഡ്രോണിൻ്റെ ഹൈറ്റ് എത്ര പോയിട്ടുണ്ട്, എത്ര സ്പീഡിലാണ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ട സ്റ്റോറേജ്, ഇത് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജാണ് ഉള്ളത്. നമുക്ക് 42 GB, ഞാൻ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, അവിടെ അതാണ് കാണിക്കുന്നത്. പിന്നെ ഇത് 8K, നമുക്കിതിൻ്റെ ഇതൊക്കെ മാറ്റാൻ പറ്റും, റെസൊല്യൂഷനൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പം 360 ആയതുകൊണ്ട് തന്നെ 8K റെക്കോർഡാണ്. നമുക്ക് സിംഗിൾ ലെൻസ് മോഡിലാണെങ്കിൽ നമുക്ക് 4K മാത്രമേ നമുക്ക് റെക്കോർഡാവുള്ളൂ. 8K നമുക്ക് 8K നമുക്ക് അപ്പ് 60 frames per second വരെ നമുക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടും ഒരു കോർണറിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പല്ലർ സ്റ്റാർട്ട് ആവും. നമുക്ക് നോക്കാം. ഇത് ക്യാമറ ഓൺ ആയിട്ടുണ്ട്. എന്താ അത് ഓണായി, ഇത് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാം. നമുക്ക് 2 രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യാം. ഇവിടെ ടേക്ക് ഓഫിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മീറ്റർ നേരെ പൊന്തും. കാരണം ഇവിടെ മുകളിൽ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ റൂമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്നത് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നത് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത് കേട്ടോ. ഇതാണ് ഇൻ്റർഫേസ് വരുന്നത്. നല്ല സൗണ്ടാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ റെക്കോർഡാവും. പിന്നെ ഇതൊക്കെയാണ് കാണിക്കുന്നത്. മോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നോർമൽ മോഡാണ്. ഇൻ ഫ്ലൈറ്റ് എത്ര % ബാറ്ററി ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. കണ്ട, ഇതിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കും. ഇവിടെ 20 മിനിറ്റ് നമുക്ക് വളർത്താൻ പറ്റും. പിന്നെ ഇത് RC, അത് സിഗ്നൽ സ്ട്രോങ് ആണെങ്കിൽ ഇവിടെ കാണിക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇത് നോ സിഗ്നൽ കാണിക്കുന്നത് വെച്ചാൽ GPS ഫംഗ്ഷനാണത്. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡ്രോണിൻ്റെ ഡിസ്റ്റൻസും ഹൈറ്റും കാണിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കിത് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതായി കഴിഞ്ഞാൽ ഡ്രോൺ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകും. ലെഫ്റ്റിലേക്ക് പോകും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അപ്പ് ഡൗൺ ഫ്രണ്ട് ബാക്കിലേക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഇത് പൾസറോണ്ടുള്ള നല്ല സൗണ്ട് ഉണ്ട്. അത് നോക്കിയത് വേണ്ട. ഇതാണ് സംഭവം. DJയുടെ അവതാർ 360 എന്ന് പറഞ്ഞ മോഡലുണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ അല്ല 360. നമുക്കൊന്ന് ലാൻഡ് ചെയ്യാം. ഇതടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് ആവുക. ഇത് നമുക്കൊന്ന് ലാൻഡ് ചെയ്യാവുന്നൂടെ.
ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണ മുമ്പ് ലെൻസ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ലെൻസ് നമുക്ക് 360ലേക്ക് വേണ്ടി മാറില്ല. കണ്ട തിരിഞ്ഞണ്ട. അപ്പോൾ ലെൻസ് ഇപ്പോൾ നമുക്ക് 360 മോഡായിട്ടുണ്ട്. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിനി സിംഗിൾ ലെൻസ് മോഡാക്കാൻ പോകുന്നതാണ്. ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സിംഗിൾ ലെൻസ് മോഡാക്കി കഴിഞ്ഞാൽ അത് തിരിയൂട്ടാ ലെൻസ് നോക്കിക്കോ. ഇപ്പോൾ സിംഗിൾ ലെൻസ് മോഡായി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഇതിപ്പോൾ 360 മോഡായി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തെങ്കിലും നമുക്ക് ലാൻഡ് ചെയ്യാം. അപ്പം ഇതാണ് നമുക്കൊരു ഇൻ്റർഫേസ് വരുന്നത്. ഈ സെയിം ഇൻ്റർഫേസ് തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നമുക്ക് DJI Fly ആപ്പ് നമ്മുടെ മൊബൈലിൽ എടുത്താലും അതും കിട്ടും. അപ്പോൾ അതുകൊണ്ടില്ലേ, ഇത് ബിഫോർ ഫ്ലൈ നമ്മൾ നോക്കും, നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ദ റെഗുലേഷൻസ് ആൻഡ് എവറിത്തിങ്. നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള നോ ഫ്ലൈ സോൺസും എവിടെയൊക്കെ നമുക്ക് ഫ്ലൈ ചെയ്യാമെന്ന് നമുക്കിവിടെ കാണിച്ചു തരും ശരിക്കും നമ്മുടെ മാപ്പിൽ. പിന്നെ ഉള്ളത് നമുക്ക് അക്കാദമിയാണ്. നമുക്കിതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് സിസ്റ്റം എന്നുള്ളത് കൊടുക്കുക. DJI Avata 360. നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ബിഗിനർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് ബിഗിനർ കൊടുക്കാം. ലേണിംഗ് സെൻറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസൊക്കെ നമുക്കിതിൽ Then press and hold the power button for about 2 seconds to power on the aircraft. Follow the prompts to update the devices to the latest firmware. Linking and activation. Power on the devices. On the DJI Fly home screen, tap connection guide at the bottom right. Select the aircraft. പിന്നുള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തുടക്കക്കാരാണെങ്കിൽ നമുക്ക് DJI സിമുലേറ്റർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഡ്രോൺ പറത്തി നോക്കാൻ പറ്റും. ബേസിക് കോഴ്സ് നമുക്ക് എടുക്കാം. എൻ്റർ, സ്വിച്ച് ടു സിനി മോഡ്. ഓക്കെ, സ്വിച്ച് ടു സിനി മോഡ്. Ready to take off. Okay. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനൊന്നും ഉണ്ട് കേട്ടോ. ഓക്കെ, ശരിക്കൊരു വീഡിയോയും കളിക്കുന്ന പോലെ തന്നെ. അപ്പോൾ DJI Avata 360യുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ വീഡിയോനുള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറത്തി നോക്കിയതും കാര്യങ്ങളൊക്കെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 250 ഗ്രാംസിന് മുകളിലാണ്. ഏകദേശം 450 ഗ്രാമോളം നമുക്ക് ബാറ്ററി അടക്കം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UK ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഒരു ഓൺലൈൻ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു ഓപ്പറേറ്റർ IDയും പിന്നെ ഇതിനൊരു രജിസ്ട്രേഷനും നമ്പറും എടുക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്ത് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 1000 പൗണ്ട്സോളം ഫൈൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തതിന് ശേഷം ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.